ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CCB Tunes. 30 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൂ എമോങ് ദ ഫോളോയിങ് റെഗുലേറ്റ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ സെബി, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി നബാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നെയിം ദ ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ കെയർ, ഓപ്ഷൻ ബി ക്രിസിൽ, ഓപ്ഷൻ സി ICRA, ഓപ്ഷൻ ഡി സിബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ എക്സിം ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? ഓപ്ഷൻ എ 1982 മാർച്ച് 1, ഓപ്ഷൻ ബി 1982 ജനുവരി 1, ഓപ്ഷൻ സി 1982 ഫെബ്രുവരി 1, ഓപ്ഷൻ ഡി 1982 മെയ് 1. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻസി ലോഞ്ച്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡെക്സ് ടു ബെഞ്ച്മാർക്ക് പെർഫോമൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഫിക്സഡ് ഇൻകം മാർക്കറ്റ്? ഓപ്ഷൻ എ ക്രിസിൽ, ഓപ്ഷൻ ബി സിബിൽ, ഓപ്ഷൻ സി ICRA, ഓപ്ഷൻ ഡി കെയർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത് എക്സിം ബാങ്ക് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം? ഓപ്ഷൻ എ 1982 മാർച്ച് 1, ഓപ്ഷൻ ബി 1982 ജനുവരി 1, ഓപ്ഷൻ സി 1982 ഫെബ്രുവരി 1, ഓപ്ഷൻ ഡി 1982 മെയ് 1. ക്വസ്റ്റ്യൻ നമ്പർ 6. RRB സെറ്റപ്പ് ഓൺ? ഓപ്ഷൻ എ 1975 ജനുവരി 2, ഓപ്ഷൻ ബി 1975 ഒക്ടോബർ 2, ഓപ്ഷൻ സി 1972 ഡിസംബർ 2, ഓപ്ഷൻ ഡി 1972 ഒക്ടോബർ 2. ക്വസ്റ്റ്യൻ നമ്പർ 7. RRB ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്? ഓപ്ഷൻ എ മാക്ലാഗൻ, ഓപ്ഷൻ ബി AIRCSE, ഓപ്ഷൻ സി നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ ഡി AIRCRC. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇത് ഹെഡ് ഓഫീസ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോട്ടയം. ക്വസ്റ്റ്യൻ നമ്പർ 9. നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം അണ്ടർ സിഡ്ബി പ്രൊവൈഡ്സ് ഫിനാൻസ് ടു? ഓപ്ഷൻ എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ബി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 10. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ NHB ആക്ട് 1987? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ക്വസ്റ്റ്യൻ നമ്പർ 11. NHB എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1988. ക്വസ്റ്റ്യൻ നമ്പർ 12. NBCI ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ? ഓപ്ഷൻ എ 2007, ഓപ്ഷൻ ബി 2008, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇത് 51% ഓഫ് ഷെയർസ് ഓഫ് IDBI ബാങ്ക് ഈസ് ബ്രോഡ് ബൈ? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി സെബി, ഓപ്ഷൻ സി LIC, ഓപ്ഷൻ ഡി സിബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. IDBI ബാങ്ക് ഈസ് എ? ഓപ്ഷൻ എ പബ്ലിക് സെക്ടർ ബാങ്ക്, ഓപ്ഷൻ ബി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഓപ്ഷൻ സി NBFC, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സിഡ്ബി? ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ലക്നൗ. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വാറം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഈസ് 50% ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ? ഓപ്ഷൻ എ 28(1), ഓപ്ഷൻ ബി 28(4), ഓപ്ഷൻ സി 28(5), ഓപ്ഷൻ ഡി 32. ക്വസ്റ്റ്യൻ നമ്പർ 17. As per section 27 of KCS Act, dash is the final authority in a cooperative society? Option A registrar, option B president, option C general body, option D chief executive. Question number 18. Every application for registration of a cooperative society shall be made in form number dash? Option A 1, option B 2, option C 3, option D 4. Question number 19. Number of seats reserved for women in the committee of the society? Option A 7, option B 5, option C 3, option D 8. Question number 20. The Cooperative Service Examination Board is established as per dash of the KCS Act 1969? Option A section 80, option B section 80A, option C section 80B, option D section 80C. Question number 21. Audit of a cooperative society is done as per section dash?
ഓപ്ഷൻ എ 62, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 80, ഓപ്ഷൻ ഡി 32. ക്വസ്റ്റ്യൻ നമ്പർ 22. The Kerala Cooperative Societies Act 1969 came into effect on. ഓപ്ഷൻ എ 1969 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 1969 ഏപ്രിൽ 15, ഓപ്ഷൻ സി 1969 മെയ് 1, ഓപ്ഷൻ ഡി 1969 മെയ് 15. ക്വസ്റ്റ്യൻ നമ്പർ 23. According to the rule, dash lies down the classification of society. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 16. ക്വസ്റ്റ്യൻ നമ്പർ 24. The determination of dispute by the decision of one or more persons is called. ഓപ്ഷൻ എ arbitration, ഓപ്ഷൻ ബി audit, ഓപ്ഷൻ സി surcharge, ഓപ്ഷൻ ഡി none of these. Question number 25. Section 65 deals with option A query, option B audit, option C election, option D appointment. Question number 26. Auditor's plan of action is called. Option A audit program, option B audit note, option C audit procedure, option D auditing. Question number 27. Young one of goose. Option A gander, option B goose, option C stallion, option D gosling. Question number 28. Young one of duck. Option A duchess, option B drake, option C jack, option D duckling. Question number 29. Offspring of bear. Option A cub, option B chick, option C fawn, option D joy. Question number 30. Baker's dozen means. Option A 12, option B 11, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 100. അപ്പോൾ 30 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു എമോങ് ദ ഫോളോയിങ് റെഗുലേറ്റ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇൻ ഇന്ത്യ? ആൻസർ ഈസ് ഓപ്ഷൻ എ സെബി. ക്വസ്റ്റ്യൻ നമ്പർ 2. നെയിം ദ ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ? ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്രിസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് എക്സിം ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? ആൻസർ ഈസ് ഓപ്ഷൻ ബി 1982 ജനുവരി 1. വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എക്സിം ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 മാർച്ച് 1 എന്നായിരുന്നു. അത് തെറ്റാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1982 ജനുവരി 1 കാര്യം ഓർത്തിരിക്കുക. ഞാനത് കമൻറ്റ് ബോക്സിൽ അത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻസി ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡെക്സ് ടു ബെഞ്ച്മാർക്ക് പെർഫോമൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് foreign portfolio investors in the fixed income market? Answer is option A CRISIL. Question number 5. The Exim Bank started functioning from? Answer is option A 1982 മാർച്ച് 1. അപ്പോൾ ആ രണ്ട് കാര്യം മാറിപ്പോകരുത്. എക്സിം ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് മാർച്ച് 1 തൊട്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പം അവിടെ തെറ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ക്വസ്റ്റ്യനോട് ഉൾപ്പെടുത്തിയത്. എക്സിം ബാങ്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത് രണ്ടും തന്നെയാണ്. കാരണം നമുക്ക് പരീക്ഷകളിലൊക്കെ നമ്മൾ എക്സിം ബാങ്കുകളെ കുറിച്ച് ചോദിച്ച് കണ്ടിട്ടുമുണ്ട്, ചോദിക്കാറുമുണ്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. RRB സെറ്റപ്പ് ഓൺ? ആൻസർ ഈസ് ഓപ്ഷൻ ബി 1975 ഒക്ടോബർ 2. ക്വസ്റ്റ്യൻ നമ്പർ 7. RRB ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്? ആൻസർ ഈസ് ഓപ്ഷൻ സി നരസിംഹം കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഹെഡ് ഓഫീസ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക്? ആൻസർ ഈസ് ഓപ്ഷൻ ബി മലപ്പുറം. ക്വസ്റ്റ്യൻ നമ്പർ 9. നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം അണ്ടർ സിഡ്ബി പ്രൊവൈഡ്സ് ഫിനാൻസ് ടു? ഓപ്ഷൻ എ SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ക്വസ്റ്റ്യൻ നമ്പർ 10. NHB ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ NHB ആക്ട് 1987? ആൻസർ ഈസ് ഓപ്ഷൻ ബി 6. ക്വസ്റ്റ്യൻ നമ്പർ 11. നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1988. ക്വസ്റ്റ്യൻ നമ്പർ 12. NBCI ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ? ആൻസർ ഈസ് ഓപ്ഷൻ ബി 2008. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇത് 51% ഓഫ് ഷെയർസ് ഓഫ് IDBI ബാങ്ക് ഈസ് ബ്രോഡ് ബൈ? ആൻസർ ഈസ് ഓപ്ഷൻ സി LIC. ക്വസ്റ്റ്യൻ നമ്പർ 14. IDBI ബാങ്ക് ഈസ് എ? ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സിഡ്ബി? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലക്നൗ. ക്വസ്റ്റ്യൻ നമ്പർ 16. Quorum of managing committee is 50% and it is defined in section? Answer is option C 28(5).
Question number 17. As per section 27 of KCS Act, dash is the final authority in a cooperative society. Answer is option C, general body. Question number 18. Every application for registration of a cooperative society shall be made in form number. Answer is option A, 1. Question number 19. Number of seats reserved for women in the committee of the society. Answer is option C, 3. Question number 20. The Cooperative Service Examination Board is established as per dash of the KCS Act 1969. Answer is option C, section 80B. Question number 21. Audit of a cooperative society is done per section dash. Answer is option B, 63. Question number 22. The Kerala Cooperative Societies Act 1969 came into effect on. Answer is option D, 1969 May 15. Question number 23. According to the rule, dash lies down the classification of society. Answer is option B, 15. Question number 24. The determination of dispute by the decision of one or more persons is called. Answer is option A, arbitration. Question number 25. Section 65 deals with. Answer is option A, inquiry. Question number 26. Auditor's plan of action is called. Answer is option A, audit program. Question number 27. Young one of goose. Answer is option D, gosling. Question number 28. Young one of duck. Answer is option D, duckling. Question number 29. Offspring of bear. Answer is option A, cub. ഈ യങ് വണ്ണും ഓഫ്സ്പ്രിങ്ങിൻ്റെ ഒക്കെ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ബേക്കേഴ്സ് ഡസൻ മീൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, 13. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക് യു.